പറയാതിരുന്ന ചുമ്മാതല്ല, എനിക്ക് അവിടെ കയറണം. എന്തോ അങ്ങോട്ട് പോകെ ഹാപ്പി ആയോ? ആയി. ഹർഷമോനെയും കൊണ്ട് വളരെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പാർക്കിൽ. ഗൈസ്, നമ്മൾ സുഭാഷ് പാർക്കിൽ വന്നിരിക്കുകയാണ്. സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. എവിടെയെങ്കിലും എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ലിസ്റ്റിങ് തരും. ഇതാകുമ്പോഴത്തേക്കിനും വലിയ നഷ്ടമൊന്നും ഇല്ലാതെ എവിടെയൊക്കെ ഒന്ന് കറക്കിയിട്ടൊന്ന് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ലുലുമാള് പറയും വെരി ഡിഫിക്കൽട്ടി ടു ഹാൻഡിൽ. ഞാൻ വളരെ തന്ത്രപരമായിട്ട് പാർക്കിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പാർക്കിലുമായി, കളിയുമായി, എല്ലാം ആയി, എൻ്റർടൈൻമെൻറ്റുമായി. പൊക്കോ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. വീട്ടിൽ നിന്ന് ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാടാന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ കുറച്ച് ഡൗട്ട് അടിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 10 വട്ടം ചോദിച്ചു എങ്ങോട്ടാ പോണേന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, എക്സാക്ട് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അപ്പോഴേ ഇരുന്ന് മനസ്സിൽ കൂട്ടും. ഇതിനു മുന്നേ ഒരു വട്ടം ഇവൻ ഇവിടെ വന്നിട്ടുള്ള കേട്ടോ. അന്നേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാ, ഇനി എപ്പോഴെങ്കിലും സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് മാത്രമല്ല, ഇവന് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ദേ കണ്ടില്ലേ, എവിടെ നുഴഞ്ഞു കയറും, ഇതാണ് പരിപാടി. പക്ഷെ ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കാൻ പേടിയാണ് കേട്ടോ. അവന്റെ കൺവെട്ടത്ത് എപ്പോഴും ഞാൻ വേണം. ക്ലീനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് അത്യാവശ്യം പണി ഞാൻ ഇവനെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. അതിന്റെ പ്രോത്സാഹന സമ്മാനം കൂടിയാണിത്. ഞാൻ ഇവൻ കാണിക്കുന്ന കോപ്രായൊക്കെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് പണ്ടാരടങ്ങി നിന്നപ്പോൾ ആർഷൻ ഇങ്ങോട്ട് പറഞ്ഞു, കുറച്ചു നേരം അമ്മ അതേ അവിടെ പോയിരുന്നോ, ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാന്നു. ഓ സന്തോഷം. നിന്ന് മനുഷ്യൻ്റെ കാല് വേദനിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതിട്ട് കഴിയത്തതുമില്ല. പൊതുവേ ക്ഷമ കുറവായ എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അതപ്പോഴത്തേന് മനസ്സിലായി അവന്. തൊട്ട് പുറകു വശത്ത് അതിവിശാലമായ ഒരു ഷോറൂം കണ്ടോ. എനിക്കിവിടെയൊക്കെ നടന്ന് ആ കാറ്റൊക്കെ കൊള്ളണം എന്നുണ്ട്. പക്ഷെ ആർഷന് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുമ്പോൾ ഞാൻ അവൻ്റെ കൺവെട്ടത്ത് വേണം. അത് മാത്രമല്ല, എനിക്കൊരു ടെൻഷൻ. ഇവൻ്റെ ഈ പിരിപിരിപ്പും വെപ്രാളം കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അടുത്ത് വേണമല്ലോ എന്ന് ഓർത്ത് എനിക്കൊരു സമാധാനം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം അതിലും ഇതിലൊക്കെ വലിഞ്ഞു കയറുമ്പോൾ ഇവൻ ഇച്ചിരി ക്ഷീണിക്കുമല്ലോ, അപ്പം റെസ്റ്റ് വേണം എന്ന് പറയുമല്ലോ. ആ സമയത്ത് ഇവിടെ എല്ലാം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയ അവൻ എവിടെ നിന്ന് ക്ഷീണിക്കുന്നു. ഇനിയും ഇവിടെ നിന്നാൽ ഇവന്റെ ലിസ്റ്റിന്റെ എണ്ണം കൂടുമെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ വളരെ തന്ത്രപരമായിട്ട് വീട്ടിലേക്ക് പോയാലോ.